Hi, ഞാൻ Salu. Gardening videos ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എറണാകുളം ജില്ലയിൽ പത്തടിപ്പാലത്ത് താമസിക്കുന്ന കിരണിൻ്റെ ഗാർഡൻ വിശേഷങ്ങളാണ്. വളരെ മനോഹരമായിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഫ്ലാറ്റിലോട്ട് കയറി ചെന്ന വഴിയിലെല്ലാം തന്നെ നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് കാണാൻ സാധിക്കും. പ്രകൃതിയെ വീടിനോട് അടുപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. MSW MPhil എടുത്തതിന് ശേഷം ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഇപ്പം വർക്ക് ചെയ്യുകയാണ്. എന്നിരുന്നാൽ പോലും ഇൻറ്റീരിയർ ഡിസൈനിങ് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും അതുപോലെ ചെടികളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാളും കൂടിയാണ് കിരൺ. മോഡലിംഗ് രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഇവിടെ കൂടുതൽ പ്ലാന്റ്സും വെച്ചിരിക്കുന്നത് സെൻസിവേരിയ CC പ്ലാന്റ്സ്, അതുപോലെ തന്നെ ഫിലോഡെൻഡ്രോണിൻ്റെ കുറേ വെറൈറ്റീസിലുള്ള പ്ലാന്റ്സ്. ഈ ചെടികൾക്ക് അധികം വെള്ളം ആവശ്യമില്ലാത്ത ഇനങ്ങളാണ്. ഇവ 2 ആഴ്ചയിലൊരിക്കൽ നനച്ചാൽ മതിയാകും. നല്ല ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്താണ് ഈ ഒരു ചെടികളെല്ലാം വെച്ചിരിക്കുന്നത്. എന്നിരുന്നാലും നല്ല വായുസഞ്ചാരം കിട്ടുന്നത് കൊണ്ടായിരിക്കാം ചെടികളെല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അരികൊക്കെ പൊട്ടിയ ഭരണികളും അതുപോലെ തന്നെ പോട്ട്സും ഒക്കെ ഇവിടെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2018 പ്രളയത്തിൻ്റെ സമയത്ത് ഇവരുടെ തറവാട് വീട്ടിൽ ഒഴുകിയെത്തിയ ഒരു തടിയാണ്. ആ തടി ഇവിടെ വളരെ മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ അതിമനോഹരമാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് ഇവിടെ പുറത്ത് വെച്ചിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സും കൂടെ കാണാം. കാരണം ഈ ഒരു പ്ലാന്റ്സിന് അധികം കെയർ വേണ്ടാത്ത, അധികം വെള്ളം ഒഴിക്കേണ്ടാത്ത കുറേ പ്ലാന്റ്സാണ് ഈ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ബിഗിനേഴ്സായിട്ടുള്ള ആളുകൾക്ക് ഇതുപോലത്തെ പ്ലാന്റ്സ് നന്നായിരിക്കും. പിന്നെ നമ്മുടെ പണ്ട് തറവാട് വീടുകളിലെല്ലാം നമ്മൾ കാണുന്ന ഒരു സ്റ്റാൻഡാണിത്. തുണികളൊക്കെ ഇടാൻ നമ്മൾ വെക്കുന്ന ഒരു സ്റ്റാൻഡാണ്. അതിനെ കളയാതെ തന്നെ പ്ലാന്റ്സ് എല്ലാം തന്നെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. ഡോറിൻ്റെ ഭാഗത്ത് തന്നെ മാക്രമയും അതുപോലെ തന്നെ ഒരു ബെല്ലും കാണാം നമുക്ക്. ഇനിയും എല്ലാ ഡീറ്റെയിൽസും കിരൺ പറഞ്ഞു തരുന്നതായിരിക്കും. ഹായ് ഓൾ, ഹോപ്പ് എവരിവൺ ഈസ് ഡൂയിങ് സേഫ്, ഹെൽത്തി ആൻഡ് ഹാപ്പി. എൻ്റെ പേര് കിരൺ വാസുദേവ്, ഹോം ടൗൺ കോട്ടയം. ലാസ്റ്റ് 8 years ആയിട്ട് ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നു. ചെറുപ്പം മുതലേ ഐ ഗോട്ട് എ പാഷൻ ടുവേർഡ്സ് പ്ലാന്റ്സ്, പെറ്റ്സ് ആൻഡ് ഇന്റീരിയർ ഡിസൈനിങ്. I welcome you all to my indoor plant collections and hope you will enjoy my home too. Thank you. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇൻഡോർ പ്ലാന്റ്സ് കളക്ഷനും അതോടൊപ്പം തന്നെ മാക്രമയും അതുപോലെ ആൻറ്റിക്കായിട്ടുള്ള കളക്ഷൻസും വളരെ ഭംഗിയാണ് കാണാനായിട്ട്. ഈ കാണുന്ന തടി പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലഡിൻ്റെ സമയത്ത് കിട്ടിയതാണ്. പക്ഷെ നല്ല രീതിയിൽ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ് ഹാങ്ങറോടുകൂടി മാക്രമി വർക്കിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന വിൻഡോ കട്ടറാണ് ഈ കാണുന്നത്. കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ് ആണിത്. നാച്ചുറൽ കോട്ടൺ കോട്ട്സ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന മാക്രമേ കർട്ടൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസും അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. വളരെ മനോഹരമായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം പ്ലാന്റ്സൊക്കെ വളരെ ഭംഗിയായിട്ട്, അതുപോലെ തന്നെ സൺലൈറ്റ് കിട്ടുന്ന ഭാഗമായത് കാരണം പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്.
നമ്മുടെയൊക്കെ വീടുകളിൽ പാഴ്വസ്തുക്കളായിട്ട് കിട്ടുന്ന തടികളും അതുപോലെ തന്നെ ഭരണികളും എല്ലാം നമുക്ക് ഇതുപോലെ വളരെ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് വൈബാണ് പ്ലാന്റ്സ് ഇൻഡോറായിട്ട് വെക്കുമ്പം. സാധാരണ നമ്മളുടെ വീടുകളിൽ നമ്മൾ പ്ലാന്റ്സ് അധികം ഔട്ട്ഡോറാണ് വെക്കുന്നത്. എയർ പ്യൂരിഫയിങ് പ്ലാന്റ്സ് വളരെ നല്ലതാണ് ഇൻഡോറിൽ വെക്കാനായിട്ട്. വലുതും ചെറുതുമായിട്ടുള്ള ബ്രാസ് കളക്ഷൻസ് നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. മഹാലക്ഷ്മി വിളക്ക്, കാമധേനുവിൻ്റെ വിഗ്രഹമുള്ള വിളക്ക്, കൃഷ്ണൻ്റെ വിഗ്രഹം, ഉരുളി, ചെറിയ ഗണപതി വിഗ്രഹം, അങ്ങനെയുള്ള കളക്ഷൻസ്. മഹാലക്ഷ്മി വിളക്കും കാമധേനുവിൻ്റെ വിളക്കും സാധാരണ വിളക്കിൽ വിഗ്രഹം വെച്ച് മോൾഡ് ചെയ്തെടുത്തിട്ടുള്ള കളക്ഷൻസാണ്. ഫ്ലഡ് ടൈമിൽ കളക്ട് ചെയ്തിട്ടുള്ള വുഡ് ഫോസിലുകളുടെ ഒരു കളക്ഷനാണ് ഈ കാണുന്നത്. ഇത് മേക്ക് ഓവർ ചെയ്തിരിക്കുന്നത് മസിൽ ഷെൽസും പേൾ കളക്ഷൻസും വെച്ചിട്ടാണ്. സോ ആൻറ്റിക് ലുക്കിന് വേണ്ടിയിട്ട്, ഇതിന് നാച്ചുറൽ ലുക്കിന് വേണ്ടിയിട്ട് ഇതിന് പോളിഷോ വേറൊരു ചേഞ്ചസും ചെയ്ത്. ഡൈനിങ് ടേബിളിന് കോമ്പിനേഷനായി കാണുന്ന ഈ ക്രോക്കറി ഷെൽഫ് വളരെ പഴക്കം ചെന്നൊരു വാൾഡ്രോബാണ്. അതിൻ്റെ ഡോറുകൾ ആണ് അതിൻ്റെ ഇടയ്ക്കുള്ള തട്ടുകളായി കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് കോമ്പിനേഷനായിട്ട് സെയിം പോളിഷ്, സെയിം ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു 70 വർഷത്തിന് മേളിൽ പഴക്കമുള്ളൊരു വാൾഡ്രോബാണിത്. ഓൾഡ് ഫർണിച്ചേഴ്സിനെ എങ്ങനെ മോഡേണൈസ് ചെയ്യാം അല്ലെ മേക്ക് ഓവർ ചെയ്യാം എന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ കാണുന്ന ഡൈനിങ് ടേബിൾ. ഇതൊരു ഗ്ലാസ് ടോപ്പ് 4 സീറ്റർ ഡൈനിങ് ടേബിളാണ്. ഒരു മോർ ദാൻ 50 years പഴക്കമുള്ള ഒരു കിച്ചൺ ടേബിളിനെയാണ് ഡൈനിങ് ടേബിളായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഫിൽ ചെയ്തിരിക്കുന്നത് മാർബിൾ ചിപ്സാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബെഞ്ച്, അതും ഒരു വളരെ പഴക്കമുള്ളൊരു വുഡൻ ഡോറാണ്. ഡോറിനെയാണ് ഇതിൻ്റെ സീറ്റിംഗ് ബെഞ്ചായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ വാഷ് ബേസിൻ്റെ ഏരിയയിലായിട്ട് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത് മണി പ്ലാന്റ്സ് ആണ്. 3 ലെയറായിട്ടാണ് ഈ ഒരു ഹാങ്ങിങ് കൊടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ഈ ഒരു വീടിൻ്റെ പ്രത്യേകത പാഴാക്കി കളയുന്ന ഒരുപാട് സാധനങ്ങൾ റീസൈക്കിൾ ചെയ്ത് വളരെ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്ലാന്റ്സിനോടൊപ്പം തന്നെ ഈ ഒരു തടിയും വെച്ചിട്ടുണ്ട്. ഇൻഡോറൊക്കെ നമ്മൾ പ്ലാന്റ്സ് വെക്കുമ്പം വിൻഡോയുടെ സൈഡിലായിട്ട് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. ആവശ്യത്തിന് മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ. പിന്നെ ഇതിലൊക്കെ ഉപരി നമ്മൾ നന്നായിട്ട് നീറ്റായിട്ട് വെക്കുന്നതിലാണ് കാര്യം. ഇവിടെ ഒരു നല്ല മാക്രമേ ഹാങ്ങർ കാണാം. എംബ്രോയ്ഡറി റിങ്ങിൽ കാണുന്ന ഡിസൈൻസ് ഒരു പെയിൻറ്റിംഗ് അല്ല, വേസ്റ്റേജ് വരുന്ന സോഫ ആൻഡ് കർട്ടൻ മെറ്റീരിയൽസിൻ്റെ ക്ലോത്ത്സ് വെച്ചിട്ടാണ് ഇത് ഫ്രെയിം വർക്ക് ചെയ്തിരിക്കുന്നത്. ആൻറ്റിക് കളക്ഷൻസിൽ എടുത്തു പറയേണ്ടതായിട്ട് 1 വർഷം പഴക്കമുള്ള ഓർണമെൻറ്റ് ബോക്സ്, വളരെ പഴക്കം ചെന്നിട്ടുള്ള ക്ലോക്കുകൾ, അലാറങ്ങൾ, അങ്ങനെയുള്ള കളക്ഷൻസ് കൂടുതലായി നിങ്ങൾക്ക് ഇവിടെ കാണാം. റെൻറ്റഡ് അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ പോലും ഓരോ വീടുകളിലും എൻ്റേതായ ഒരു ഗാർഡൻ സ്പേസ് ഞാൻ എപ്പോഴും കണ്ടെത്താറുണ്ട്. എന്നെ സംബന്ധിച്ചോളം വീട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിലാക്സിങ് പ്ലേസ്. 9 to 10 hours വർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി എ വെൽക്കമിങ് പ്ലേസ്. അതിൽ പ്ലാന്റ്സും പെറ്റ്സും അതുപോലെ തന്നെ വീടിൻ്റെ അറ്റ്മോസ്ഫിയറും വളരെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഒരു കാലത്ത് നിത്യോപക സാധനങ്ങളുടെ പട്ടികയിൽ ഉണ്ടായിരുന്നതും ഇപ്പം ആൻറ്റിക് ബക്കറ്റിലേക്ക് മാറുകയും ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങളാണിത്. നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മണ്ണെണ്ണ വിളക്കാണിത്. അതുപോലെ തന്നെ
പഴയകാല അയൺ ബോക്സ്, നമ്മൾ ബേൺഡ് കോക്കൺ ഷെൽസ് ഉപയോഗിച്ച് നമ്മൾ എന്നും ഡെയിലി യൂസ് ചെയ്തിരുന്ന അയൺ ബോക്സ് ആണിത്. ഇതൊക്കെ ഇപ്പോൾ ആൻറ്റിക് ബക്കറ്റിലാണുള്ളത്. കിച്ചൻ്റെ ഭാഗത്തും കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് കിച്ചണ്. അപ്പം കിച്ചൺ വളരെ ഭംഗിയായിട്ട് വെക്കുക എന്നത് നമ്മളുടെ ഓരോരുത്തരുടെ ഒരു ആഗ്രഹമാണ്. അപ്പം ചെറിയ ചെറിയ പ്ലാന്റ്സ്, നമുക്ക് അധികം കെയർ കൊടുക്കേണ്ടാത്ത പ്ലാന്റ്സൊക്കെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിൽ വെക്കേണ്ട പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അത് വെക്കുകയാണെങ്കിലും നമുക്ക് ഇടയ്ക്ക് നോക്കുകയും. കിച്ചണിലൊക്കെ വെക്കുമ്പം ഏറ്റവും നല്ലത് എയർ പ്യൂരിഫയിങ് പ്ലാന്റ്സ് തന്നെയാണ്. പ്രത്യേകിച്ച് പോത്തൂസ് ആണെങ്കിലും അല്ലെങ്കിൽ സെൻസവേരിയ, ഇങ്ങനെ സ്പൈഡർ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കിച്ചണിൻ്റെ ആ ഭാഗത്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. പ്ലാന്റ്സ് കളക്ട് ചെയ്യുക എന്നുള്ളത് കിരണിൻ്റെ ഒരു പാഷനാണ്. അതുപോലെ തന്നെ നേരത്തെ താമസിച്ചിരുന്ന റെൻറ്റഡ് ഹൗസിൽ ഉണ്ടായിരുന്ന ഒരു ഗാർഡൻ ഞാൻ ഓൾറെഡി നമ്മളുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അവിടെ ഉണ്ടായിരുന്ന പ്ലാന്റ്സ് എല്ലാം തന്നെ അവിടുത്തെ ഓണറിന് കൊടുത്തതിന് ശേഷമാണ് ഇവിടുത്തെ ഫ്ലാറ്റിലേക്ക് വന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് പിന്നെ പ്ലാന്റ്സ് എല്ലാം കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. നമുക്കെല്ലാം മാതൃകയാണ് കിരൺ. കാരണം ഇപ്പോൾ സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും ഇപ്പം പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ വളരെയേറെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. വീടിൻ്റെ ഉള്ളിൽ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും പ്ലാന്റ്സ് എല്ലാം വെക്കാൻ വളരെ ഏറെ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ പുരുഷന്മാർ പ്ലാന്റ്സൊക്കെ കളക്ട് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ട് ചെടികൾ പരിപാലിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അറിയാനുള്ളൊരു ആകാംക്ഷയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.